യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആനന്ദേട്ടാ, ഈ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് ആനന്ദേട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ? എന്താ? ഒന്നുമില്ലേ? ഒരു കുടുംബം തന്നെ രണ്ടായി പോയില്ലേ ആനന്ദേട്ടാ? അതിന് നീയും ഞാനും അല്ലല്ലോ കാരണം. എന്ന് വെച്ച് ഇനിയെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മനസ്സുകൾ തമ്മിൽ അകലും, കുടുംബത്തിന് അടിത്തറ തന്നെ ഇല്ലാതാവും. ഞാൻ എന്തു വേണമെന്നാ നീ പറയുന്നത്? അമ്മ ആര് പറഞ്ഞാലും കേക്കില്ല. അമ്മയ്ക്ക് അമ്മയുടെ വിശ്വാസവും വാശിയുമാണ് വലുത്. അമ്മ കഴിഞ്ഞ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വോയിസ് ഉള്ളത് ആനന്ദേട്ടനല്ലേ? ഏട്ടൻ ഈ വീട്ടിലെ മുതിർന്ന ആളല്ലേ? നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ആനന്ദേട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. അമ്മയെ തിരുത്തേണ്ടടുത്ത് തിരുത്തണം, വിട്ടുവീഴ്ച ചെയ്യാൻ അമ്മയെ പ്രേരിപ്പിക്കണം. പ്രിയ ശരിക്കും അനങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ ആനന്ദേട്ടന്? അല്ലാതെ പിന്നെ അവൾ എഴുന്നേറ്റ് നടക്കുന്നത് നീ കണ്ടോ? ഞാൻ കണ്ടില്ല. പക്ഷേ അയ്യോന്ന് വിളിച്ചത് കനകേച്ചി കേട്ടു. അവൾ അഭിനയിക്കുക. ഈ വീട്ടിൽ നടന്ന എല്ലാ അപകടങ്ങൾക്കും ആപത്തുകൾക്കും അവൾക്ക് പങ്കുണ്ട്. അവള് പിടിക്കപ്പെടാതിരിക്കാൻ അവള് നമ്മളെയൊക്കെ കളിപ്പിക്കുക. അവക്കൊരു കുഴപ്പമില്ല ആനന്ദേട്ടാ. ബോധവും ചലനശേഷിയൊക്കെ ഇല്ലാന്ന് അഭിനയിക്കുക. നിനക്കെന്താ അങ്ങനെ തോന്നാൻ? അർജുനും പൂജയും കണ്ടുമുട്ടിയതിന്റെ 2ാം വാർഷികം ആഘോഷിക്കാനായിട്ട് അവനൊരു കേക്ക് വാങ്ങിയിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് ടേബിളിൽ വെച്ച് പൂജമോളെ കൊണ്ടുവരുമ്പോഴേക്കും അതിൽ വെച്ചിരുന്ന മെഴുകുതിരി ആരോ എടുത്ത് ഓടിച്ചു കളഞ്ഞു. ആര്? പ്രിയാണോ ചെയ്തത്? ഉറപ്പില്ല. പക്ഷെ പൂജമോള് പറയുന്നത് ആരോ അവിടെ ഉണ്ടായിരുന്നു എന്നാ. ഈ വീട്ടിൽ മറ്റാരാ ഉണ്ടായിരുന്നത്? അവളാ അതിന്റെ പിന്നില്. അങ്ങനെയാണെങ്കിൽ കയ്യോടെ പിടിക്കേണ്ടതല്ലേ? ആ, ഞങ്ങള് നോക്കിയതാ. മുറിയിലേക്ക് ചെന്നപ്പോ പ്രിയ കട്ടിലിൽ തന്നെ കിടക്കുന്നു. അത് ശരി. കട്ടിൽ കിടന്നുറങ്ങുന്ന ആളെങ്ങനെ മാതിരി മെഴുകുതിരി ഒടിച്ചു കളയുന്നത്? അങ്ങനെ ചോദിച്ച എനിക്ക് അറിയില്ല ആനന്ദേട്ടാ. പക്ഷെ അവള് നാടകം കളിക്കാണെന്നുള്ളത് എനിക്ക് ഉറപ്പാ. സാക്ഷിയുടെ കൊലപാതകത്തിൽ അവൾക്ക് പങ്കുണ്ട്. അവള് ശരിക്കും എല്ലാരും കബളിപ്പിക്കുന്നതാ. ശരിയായ തെളിവുകളില്ലാതെ നമ്മൾ ഇത് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കും തോന്നുന്നുണ്ടോ? അമ്മ ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നന്ദേട്ടനോടെങ്കിലും നമ്മൾ ഇത് സൂചിപ്പിക്കണ്ടേ? നല്ല കാര്യായി. എടോ, സ്വന്തം മോളെ കുറിച്ചാ നമ്മൾ നന്ദനോട് കുറ്റം പറയാൻ പോകുന്നത്. അത് ഓർക്കണം. അതിന് ആര് കുറ്റം പറയുന്നു? ഇവിടെ നടന്ന സാക്ഷിയുടെയും ഗുണ്ടകളുടെയും ആക്രമണത്തിന് പിന്നാലെ അവളെ കാണാതെ പോയ കുറച്ചു നാള് പ്രിയക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് മറച്ചു വെക്കാൻ പ്രിയ അഭിനയിക്കുക. അത് കണ്ടുപിടിക്കാൻ നന്ദേട്ടൻ നമ്മുടെ കൂടെ നിൽക്കാനാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ നന്ദൻ വിശ്വസിക്കോ? വിശ്വസിപ്പിക്കണം. അങ്ങനെ നമുക്ക് തോന്നാനുള്ള കാരണങ്ങൾ നന്ദേട്ടനെ ബോധ്യപ്പെടുത്താൻ ആനന്ദേട്ടൻ ശ്രമിക്കണം. സാക്ഷി മരിച്ചു എന്ന് ഉറപ്പ് വന്നപ്പോഴാ അവള് വീട് വിട്ടത്. പിന്നീട് കണ്ടെത്തുമ്പോ ബോധമില്ലാത്ത അവസ്ഥയാ. എന്നാലോ ഇതിനിടയിൽ അവൾ അബോർഷൻ നടത്താൻ മറന്നുമില്ല. അഖിലിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളതെങ്കിൽ അവൾ ഒരിക്കലും അതിനെ നശിപ്പിക്കില്ല. താൻ പറയുന്നത് വെച്ച് നോക്കുമ്പോ സംഗതി ശരിയാ. പക്ഷേ അവൾ നാടൻ കളിക്കാന്ന് നമ്മൾ പറഞ്ഞാൽ നന്ദൻ വിശ്വസിക്കുന്നേ എനിക്ക് സംശയമുള്ളൂ. അതിന് ആദ്യം നമ്മൾ പ്രിയയെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട. നന്ദേട്ടൻ ഏതായാലും ഈ കുടുംബവുമായിട്ട് അകന്നു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചാ മതി. പക്ഷേ അന്ന് നന്ദൻ ഇവിടുന്ന് വല്ലാതെ ദേഷ്യപ്പെട്ടും വിഷമിച്ചുമാണ് പോയത്. അതുകൊണ്ടുകൂടിയാ ആനന്ദേട്ടൻ പോയി നന്ദേട്ടനെ കാണണമെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കണമെന്ന് നന്ദേട്ടനോട് പറയാൻ ആനന്ദേട്ടന് മടിയുണ്ടോ? എന്തിന്? തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കുക തന്നെ വേണം. നമ്മൾ അന്ന് നന്ദനോട് പെരുമാറിയത് ഇത്തിരി മോശമായി പോയിന്ന് തന്നെ എനിക്കും തോന്നുന്നത്. അതെ. അപ്പൊ ആ തോന്നല് കാരണം അത് തിരുത്താൻ വേണ്ടി നമ്മൾ ചെല്ലുന്നു. അതേ നന്ദേട്ടന് തോന്നാവൂ. ഈ കുടുംബം ഒന്നാക്കി നിർത്താൻ നന്ദേട്ടനെ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തണം. നമ്മളായിട്ട് നന്ദേട്ടനെ അപമാനിച്ചു വിട്ടു എന്നുള്ള തോന്നലുണ്ടാവാൻ പാടില്ല. അത് മാറിക്കഴിഞ്ഞ പ്രിയയെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങള് നന്ദേട്ടനോട് തുറന്നു പറയാം. അത് ഞാൻ പറഞ്ഞാൽ വീണ്ടും പ്രശ്നമായാലോ? വേണ്ട. ആനന്ദേട്ടൻ ആദ്യം നന്ദേട്ടന്റെ മനസ്സിലുള്ള അകൽച്ച മാറ്റ്. ബാക്കി നമുക്ക് അരുണിമ ചേച്ചി വഴി ഓപ്പറേറ്റ് ചെയ്യാം. ഈ കുടുംബം പിരിയാൻ പാടില്ല ആനന്ദേട്ടാ, പ്ലീസ്. എന്നാ നാളെ തന്നെ പോണം. ശരി, ഞാൻ പോയി നോക്കാം. ബാക്കി പിന്നെ തീരുമാനിക്കാം.
ദാമേ ചായ. ആ ഷോ, എന്തൊരു വാട്ടവെള്ളവാടി ഇത്. ശ്ശ്, എനിക്ക് നന്നായിട്ട് ചായ ഇടാൻ അറിയാൻ പാടില്ല, നമ്മക്ക് അറിയാലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മാധുരി ചേച്ചി ഇടുന്ന ചായ കുടിച്ചാ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉന്മേഷം ഉറപ്പാ. ഉള്ള ഉന്മേഷമൊക്കെ മതി. പോത്ത് പോലെ വളർന്നില്ലേ, കുറച്ചു കൊല്ലം കഴിഞ്ഞ മോളെ കൂടെ കെട്ടിച്ചു വിടാറായി. എന്നിട്ട് ഒരു ചായ ഇടാൻ അറിയില്ലെന്ന് പറഞ്ഞ നാണമില്ലല്ലോടി നിനക്ക്. ആ ഇങ്ങനെയൊക്കെ തന്നെയാ പഠിക്കുക, ശരിയായിക്കോളും. എന്റെ ദൈവമേ, ഇനിയുള്ള കാലം മുഴുവൻ അമ്മ എന്നെ അടുക്കള കെട്ടി നടു ഓടിക്കുമല്ലോ. നീ എന്താ പറഞ്ഞേ? ഒന്നുമില്ലമ്മേ, പതുക്കെ എല്ലാം ശരിയാക്കാന്ന് പറയുമായിരുന്നു. ആ, ആ. ഇന്ന് ഞായറാഴ്ചയല്ലേ? അതേമ്മേ. അപ്പൊ അവന് ഓഫീസിൽ പോകേണ്ട കാര്യമില്ലല്ലോ. എങ്ങോട്ടാണോ രാവിലെ തന്നെ? ഓ, എങ്ങോട്ടാണ് പോകുന്നെന്ന് അവനൊന്ന് പറയാൻ മേല. അച്ഛയുടെ കൂടെ കൂടി അവനെ അമ്മയങ്ങ് മറന്നു. അതെ, അമ്മ അവിടെ ഇരിക്കല്ലേ, ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ആ ചെവിക്കകത്തോട്ട് കയറി കുറ്റം പറഞ്ഞു കൊടുക്കണി. എന്നാലല്ലേ അവനെ നിന്റെ ചരടുവലിക്കത്ത് തുള്ളിക്കാൻ പറ്റൂ. അമ്മേ, എന്താടാ രാവിലെ തന്നെ നിന്റെ പെണ്ണുമ്പിള്ള ഓതി തന്നതും കേട്ട് എന്റെ മെക്കിട്ട് കയറാനാണോ? അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? പിന്നെന്തു പറയണം ഞാൻ? നിന്റെ മോനും വരുമ്പോളും പിന്നെതാ സദാസമയം നിന്റെ ചെവിയിൽ നിന്ന് നടക്കുന്ന ഇവളും കൂടി കാണിക്കുന്നൊന്നും നീ കാണുന്നില്ലേ? മാധുരി വന്ന് കയറിയിട്ട് കൊല്ലം കുറെ ആയില്ലേ? ഇതുവരെ അമ്മയുടെ മുന്നിൽ നാടകം കളിച്ചിട്ടുണ്ടോ? ഇതുവരെ അതിനുള്ള അവസരം കിട്ടിയില്ല. ഇപ്പൊ നിന്റെ മകന്റെ ഭാര്യ എന്ന പേരിൽ ഒരുത്തി വന്ന് കയറിയിട്ടുണ്ടല്ലോ. അപ്പൊ തുടങ്ങി. ഇവളുടെ മാത്രമല്ല, നിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അമ്മേ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ? ഓ, നീ ഇങ്ങനെ അഭിനയിക്കാൻ നോക്കൊന്നും വേണ്ട. പെറ്റ വയറിനറിയാവടാ മക്കളുടെ ദുഃഖം. ഞാനും എന്റെ 2 പെൺമക്കളും ഉണ്ടായിരുന്ന ഈ വീട്ടിലേക്ക് 4മതൊരു പെണ്ണായിട്ട് നിന്റെ ഭാര്യ വന്നു കയറിയപ്പോ എന്നോട് ചിലര് പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ചോ മഹേശ്വരി, 4മത്തെ പെണ്ണ് നടക്കല്ല് പൊളിക്കുമെന്ന പ്രമാണമെന്നു. അന്നത് ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഈ വീട്ടിലെ നടക്കല്ല് പൊളിയുന്നത് ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. അമ്മ, നിന്നെ കണ്ണി ചോരയില്ല, സംസാരിക്കില്ലേ? ഈ വീടിന്റെ നടക്കല്ല് പൊളിക്കാൻ ആഗ്രഹിച്ചതും അത് ചെയ്യുന്നതും ഞാനും എന്റെ മരുമകളും അല്ല. അമ്മയ്ക്കത് എന്തെങ്കിലും മനസ്സിലാവും. ഞാൻ എന്റെ മകനോടാ സംസാരിക്കുന്നത്. അതിനിടയില് ഇടങ്കോലിടാൻ ആരും വരണ്ട. ആയിരിക്കും, പക്ഷെ ആ മകൻ എന്റെ ഭർത്താവും എന്റെ കുട്ടികളുടെ അച്ഛനും കൂടിയാണല്ലോ. ആ ആളിനോട് എന്നെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഇടപെടാം. ഞാൻ ഇടപെടുകയും ചെയ്യും. മാധുരി, അയ്യോ, ഇത്തിരി കൂടെ മയത്തില് തേനും പഞ്ചാരയും ചാലിച്ചു വിളിക്കും. കർണക്കുറ്റിക്കൊന്നു കൊടുത്ത് മിണ്ടാതിരിയെന്ന് പറയുന്നതിന് പകരം ഓ അവന്റെ ഒരു മാധുരി വിളി. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? ആനന്ദേട്ട് എന്നെ തല്ലണം, അത് കണ്ട അമ്മയുടെ പ്രശ്നം തീരുവോ? എന്റെ ഓർമ്മയിൽ അച്ഛൻ അമ്മയെ തല്ലുന്ന ഞാൻ കണ്ടിട്ടില്ല. ആ അമ്മയാ മക്കളോട് ഭാര്യമാരെ തല്ലാൻ പറയുന്നത്. അത് മോശമല്ലേ അമ്മേ? അമ്മ മനസ്സിൽ എന്തൊക്കെയോ വെച്ചാണ് സംസാരിക്കുന്നത്. അതേടാ, ഞാൻ മനസ്സിൽ വെച്ചോണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ഈ വീട് 2ആയല്ലോ ദൈവമേ എന്ന സങ്കടം മനസ്സിൽ വെച്ചോണ്ട് തന്നെയാ സംസാരിക്കുന്നത്. അമ്മ വിചാരിക്കുന്ന പോലെ ഈ വീട് 2ആയിട്ടൊന്നുമില്ല അമ്മേ. അങ്ങനെ സംഭവിച്ചുണ്ടെങ്കിൽ തന്നെ അത് അമ്മയുടെ മനസ്സിലാണ്. ആനന്ദേട്ടൻ പോകുന്നത് നന്ദേട്ടനെ കാണാൻ വേണ്ടിട്ടാ അമ്മേ. അല്ലാതെ ഞാൻ പറയുന്നത് കേട്ട് ഈ വീടിനോ വീട്ടുകാർക്കോ എന്തെങ്കിലും ദോഷം വരുത്താനല്ല. അതെ അമ്മേ, ഇവിടെ വെച്ച് നന്ദനോട് മോശമായി പെരുമാറിയതിന് മാപ്പ് ചോദിക്കണമെന്ന് എന്നോട് മാധുരിയ പറഞ്ഞത്. അമ്മ വിചാരിക്കും പോലെ ഇവിടെ ഒരു പ്രശ്നവും സംഭവിക്കില്ല. എല്ലാം പരിഹരിക്കാൻ നമുക്ക് പറ്റും. എന്റെ മോൾ അരുണിമയെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ? അവളെ ഈ നിലയിൽ എത്തിച്ചത് നിന്റെ മകനാ, അത് മറക്കണ്ട ആനന്ദേ. എന്റെ മകൻ അമ്മയുടെ പേരക്കുട്ടി കൂടിയല്ലേ അമ്മേ?
അരുണിമ ചേച്ചിയെ എത്രയും വേഗം പുറത്തിറക്കുമെന്ന് അർജുൻ വാക്ക് തന്നിട്ടുള്ളതല്ലേ?